1953. കൽക്കരിയ ലീക്കായിട്ടോ എന്തോ. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് UK ഐൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്നല്ലേ, ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും വളരെ റെയറായിട്ടുള്ള ഒരു സ്റ്റീം എൻജിൻ വെച്ചുള്ള ട്രെയിനിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. ആദ്യം തന്നെ എൻജിൻ വന്ന് നിന്നപ്പോൾ അതിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യുമായിരുന്നു. പിന്നീട് എൻജിൻ റൂമിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ നല്ല ഓവൻ പോലെ ബേക്ക് ചെയ്യാൻ പരുവത്തിന് തീ കത്തുന്നുണ്ട്. പിന്നെ കുറേ കണക്ഷൻസ്. അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട് കേട്ടോ വാട്ടർ ഫില്ല് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം. ഇത് 1953 ആണെന്ന് തോന്നുന്നു ഈ എൻജിൻ. ഒരാളവിടെ നിന്നിട്ട് കൽക്കരി കോരി കനലിലേക്ക് ഇടുന്നുണ്ട്. ഇതാകെ മൊത്തത്തിൽ ലീക്കാണല്ലോ, ഫുള്ള് വെള്ളമെല്ലാം പുറത്തേക്കാണല്ലോ പോകുന്നത്. എത്തുമോ എന്തോ. ഈ എൻജിൻ റൂമിലാണ് ഭയങ്കര ചൂടാണ്, ഫുള്ള് ഭയങ്കര ചൂട്. നിൽക്കുന്നത് എങ്ങനെയാണെന്ന് പിന്നെ അറിയില്ല, അത്രയ്ക്ക് ചൂടായതിനുള്ളിൽ. എന്തായാലും എൻജിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി എൻജിനൊക്കെ ഒന്നും കൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാം. എൻജിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല സൗണ്ടാണ് കേട്ടോ. ഞങ്ങൾക്കാണ് A6 എന്ന് പറയുന്ന കമ്പാർട്ട്മെൻറ്റാണ് കിട്ടിയത്. അപ്പം ഞങ്ങൾ ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. പുറത്തൊക്കെ ഫുള്ള് കൽക്കരികൾ കൂട്ടിയിട്ടിട്ടുണ്ട് രണ്ട് സൈഡിൽ. ടോട്ടൽ നമുക്ക് വരുന്ന 1 hour അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിൽ പോയി അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് ഈ സ്റ്റേഷനിൽ വന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി അവിടെ സ്റ്റോപ്പ് ചെയ്ത് തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നതാണ് ഒരു റൗണ്ട് ട്രിപ്പ്. ഓൾമോസ്റ്റ് 1 hour എടുക്കും റൗണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. UK പല സ്ഥലങ്ങളിലും സ്റ്റീം എൻജിൻ അവൈലബിൾ ആണെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് ഐൽ ഓഫ് വൈറ്റിലാണ്. അപ്പോൾ ഐൽ ഓഫ് വൈറ്റിൽ ഒരു സ്റ്റീം എൻജിൻ ട്രാവലിന് പെർ പേഴ്സൺ അറൗണ്ട് 20 pound ചാർജ് വരുന്നത്. കാറിലൊന്നും പോയി കാണാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഈ ട്രെയിൻ വഴി പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. പോകുന്ന വഴിക്കിടയിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ സൂപ്പറായിട്ടോ, നല്ല രസമുണ്ടോ കാണാനായിട്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അടുത്തുള്ള ഒരു സ്റ്റേഷനിലെത്തി. അവിടെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത ശേഷം എൻജിൻ ഡിസ്കണക്ട് ചെയ്ത് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ കണക്ട് ചെയ്ത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇനിയിപ്പം പോകുന്നത്. അങ്ങനെ ട്രെയിന് സ്റ്റേഷനിൽ നിന്ന് എൻജിൻ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഫസ്റ്റ് കൊണ്ട് നിർത്തി, എന്നിട്ട് ഒരാൾ വന്ന് ഫുള്ള് മാനുവലി കണക്ട് ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങൾ പല പല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നല്ല ക്ലീൻ ഫോറസ്റ്റ് അതിലൂടെയൊക്കെ ഇങ്ങനെ അടിപൊളി യാത്രയായിരുന്നു. ഇപ്പം ഓൾമോസ്റ്റ് കഴിയാനായി. അങ്ങനെ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു ഈ സ്റ്റീം എൻജിൻ യാത്ര. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. 20 പൗണ്ടിന് എന്തായാലും വർത്ത് കേട്ടോ. എന്തായാലും ഐൽ ഓഫ് വൈറ്റിൽ വരുന്നവരെന്തായാലും ഇത് കയറിയിരിക്കണം, മസ്റ്റ്. സ്റ്റാർട്ട് ചെയ്തിടത്തേക്ക് തിരിച്ചെത്തി. ഇതാണെന്ന് തോന്നുന്നു മെയിൻ സ്റ്റേഷൻ. എന്തായാലും ഇവിടെ നിന്നാണ് മിക്ക ട്രെയിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു. അപ്പം ഇവിടെ തന്നെയാണ് ഈ വെയർ ഹൗസും കാര്യങ്ങളെല്ലാം ഉള്ള മെയിൻ്റനൻസും എല്ലാം നടക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് കുറേ ട്രെയിനൊക്കെ കിടപ്പുണ്ട്. ഇവിടെ തന്നെ വേറൊരു സ്റ്റീം എൻജിൻ കിടക്കുന്നുണ്ടോ. അതിനപ്പുറത്തായിട്ട് കുറേ കൽക്കരിയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെ കുറേ എൻജിൻ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവർ തന്നെ അവിടെ വെയർ ഹൗസും Thank you very much. നമ്മുടെ യാത്ര ഇവിടെ അവസാനിച്ചു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇവിടെ ഇറങ്ങി. ഇപ്പം എൻജിൻ എനിക്ക് തോന്നുന്നു അടുത്ത യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ്.
അപ്പോൾ നമ്മൾ വന്ന കമ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞ ഇതായിരുന്നു, ഒരു വിൻറ്റേജ് ലുക്കാണ്, ഫുള്ള് വുഡൻ ആൻഡ് വെൽവെറ്റ് ഫിനിഷ് ആയിരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയപ്പം ഒരടിപൊളി വിൻറ്റേജ് കാറും കണ്ട് ഞങ്ങൾ. ഒരു കിടിലൻ കാറ്, നല്ല സൺറൂഫുള്ള കിടിലൻ കാറ്, ഓപ്പൺ കാർ. എന്തായാലും കൊള്ളാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.